ഹേ ഗൈസ്, ഈ ഒരു ജിഞ്ചർ ബ്രെഡ് കേക്കിന്റെ റെസിപ്പി എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഓൾ പർപ്പസ് ഫ്ലവർ വേണം. പിന്നെ ഷുഗർ നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ എടുക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ്. കാരണം അതിന്റെ ആ ഒരു ജിഞ്ചർ ബ്രെഡ് കേക്കിന് ഒരു ബ്രൗൺ കളർ ശരിക്കും വരണം. അപ്പം ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു കളറും ഒരു ലുക്കും ഒക്കെ കിട്ടുന്നത്. അപ്പം ബ്രൗൺ ഷുഗർ, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ആസ് ഓൾവേസ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ളത് 2 ഐറ്റംസ് ആണ്. ഒന്ന് ജിഞ്ചർ പൗഡർ, അതുപോലെ സിനമൺ പൗഡർ. ഇതൊക്കെയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് വരുമ്പോൾ നമുക്ക് മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഗോൾഡൻ സിറപ്പ് ആണ് ഓത്തന്റിക് ജിഞ്ചർ ബ്രെഡ് കേക്കിന് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് എനിക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഹണി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഹണിയാണ്. അതുപോലെ ഒരു മുട്ട, ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് നേരം മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം. പിന്നെ വാനില എസൻസ്, ബട്ടർ, പിന്നെ നമുക്ക് ഗ്രീസ് ചെയ്യാനൊക്കെ കുറച്ച് ഓയിലും വേണം. അപ്പൊ നമുക്ക് പണി തുടങ്ങാം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 100 grams ബട്ടർ എടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാൻ ജസ്റ്റ് മൈക്രോവേവിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഈ മെൽറ്റഡ് ബട്ടറിലേക്ക് നമ്മൾ ഹണി ആഡ് ചെയ്യും. അപ്പം ഞാൻ ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പൊ ബട്ടർ മെൽറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. അത് മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 1/2 കപ്പ് ഷുഗറും അതുപോലെ 2 tablespoon ഹണിയും എടുത്ത് റെഡി ആക്കി വെക്കാം. സോ ദാറ്റ് അത് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാം. ഈ ബ്രൗൺ ഷുഗർ ആക്ച്വലി നല്ല പൗഡേർഡ് ആയിട്ടുള്ള ഫോമിലാണ്. ഞാൻ ലാസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയപ്പോ ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ഷുഗർ ആയിരുന്നു യൂസ് ചെയ്തത്. അത് യൂസ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. 1:1 റേഷ്യോയിൽ ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കളറിൽ മാത്രമാണ് കാര്യമുള്ളൂ. അപ്പൊ നമ്മുടെ ബട്ടർ മെൽറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ 100 gram മെൽറ്റഡ് ബട്ടറിന്റെ ഒരു പരുവം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് 2 tablespoon ഹണി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഹണിക്ക് പകരം ഗോൾഡൻ സിറപ്പോ മേപ്പിൾ സിറപ്പോ യൂസ് ചെയ്യാം. സെയിം എമൗണ്ട് തന്നെ മതിയാവും. 2 tablespoons. 1, 2. എന്നിട്ട് നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഇത് തമ്മിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷമാണ് നമ്മൾ മുട്ടയും ഷുഗറും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്രൗൺ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് ആണ് എടുത്തിരിക്കുന്നത്. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഒരു 2 drops വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല. സിനമൺ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും കാണത്തില്ല. പിന്നെ ഞാൻ എന്റെ ഒരു സിങ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. അതാ ഇപ്പൊ വിസ്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അപ്പൊ ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിന് വേറൊരു ബോൾ എടുക്കാം. നമുക്ക് സിഫ്റ്റ് ചെയ്ത് വേണം ഇത് എടുക്കാൻ. അതുകൊണ്ട് നമുക്കൊരു ചെറിയ ഹോൾസ് ഉള്ള സീവ് എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ഇടാം. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ. ലാസ്റ്റ് ആയിട്ട് 1 ടീസ്പൂൺ സിനമൺ പൗഡർ. ഇനി ഇത് നമുക്കൊന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എല്ലാ പൗഡേഴ്സും ഒരേപോലെ എത്തുന്ന രീതിയിൽ. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ ഇപ്പോഴത്തെ ഒരു പരുവം. ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഓവൻ ഒന്ന് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോ ആക്ച്വലി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് മിൽക്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ ഒരു പേടി വേണ്ട. ഇപ്പൊ ഈ ഒരു തിക്കായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആവും. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആയി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 കപ്പ് മിൽക്ക് ആണ് വേണ്ടത്. ഞാനിപ്പോ ആക്ച്വലി നിഡോ മിൽക്ക് പൗഡർ കലക്കിയാണ് എടുക്കുന്നത്.
നിങ്ങൾക്ക് ഫ്രഷ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്യാം. ഞാനിപ്പോ ഒന്ന് കലക്കിട്ട് വരട്ടെ. അപ്പൊ നമ്മുടെ 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് ചെയ്ത പാലാണ് നമ്മൾ നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിക്കുന്നത്. ഇപ്പൊ നല്ലൊരു റണ്ണിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പാൻ ഇവിടെ റെഡിയാണ്. നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ബാറ്റർ ഒഴിച്ചു. ഇനി നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. സോ ദാറ്റ് എയർ ബബിൾസ് ഒന്നും ഇല്ല, ഗ്യാപ്പ് ഒന്നും ഇല്ല. ഇതൊന്ന് ലെവൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ബാറ്ററി സെറ്റ് ആണ്. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. 35 മിനിറ്റ്സ് ആണ് പറയുന്നത്. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ ആർ ഓവൻ ആൻഡ് നമ്മുടെ കേക്ക് ടിൻ. അപ്പൊ നമ്മൾ 35 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് സ്ക്യൂവർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ഇപ്പൊ ഏകദേശം 35 മിനിറ്റ്സ് ആയിട്ടുണ്ട് നമ്മൾ കേക്ക് വെച്ചിട്ട്. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്ക്യൂവർ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്ക്യൂവർ ക്ലീൻ ആണ്. അപ്പൊ ആയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് കേക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ കേക്ക് എടുത്തോണ്ട് വന്നു. ഇതുപോലൊരു കൂളിംഗ് ട്രേയിലേക്ക് നമുക്ക് അതിനെ മാറ്റി വെക്കണം. അല്ലെങ്കിൽ ആവി അടിച്ചിട്ട് അത് വെള്ളം പിടിക്കും. അപ്പൊ കേക്കിനെ നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് സ്പോഞ്ചി ആണ് കേക്ക്. ഹോപ്പ്ഫുള്ളി അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പൊ നമുക്കിതൊന്ന് കൂളാവാൻ വെയിറ്റ് ചെയ്യാം. കൂളായി കഴിഞ്ഞ് ഞങ്ങളിത് കട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹോപ്പ് യു ഓൾ വിൽ ട്രൈ ഔട്ട് ദിസ് റെസിപ്പി. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.